അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പോളുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്താണ്ട് വെച്ചിക്കാണ്ട് അതിക്ക് കുറച്ച് ഓയിലാണ്ട് ഒഴിച്ചെടുത്ത് ഉള്ളി അരിഞ്ഞാണ്ട് ഇട്ടെടുത്ത് ഉള്ളി കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞുകൊണ്ട് കേട്ടോ, അധികം കട്ടിയൊന്നും പാടില്ല. എന്നിട്ട് നല്ലോണം വാട്ടിക്കാനുള്ളതാണ് ഉള്ളി. ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഉള്ളി കുറച്ച് വലിപ്പമുള്ള 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഡെക്കറേഷൻ ആവശ്യത്തിനായിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്താണ്ട് ഇങ്ങനെ റൗണ്ടിലാട്ടോ കട്ട് ചെയ്തിരിക്കണേ. പിന്നെ അതാ ചിക്കനാണ്ട് വേവിച്ച് വെച്ചിരിക്കണേ, ഒരു 250 ഉണ്ടാവും, അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ എങ്ങനെ വേവിക്കുക വെച്ച് കഴിഞ്ഞാൽ കുക്കർ എടുക്കുക, അതിക്ക് ചിക്കൻ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, കുരുമുളക് കണ്ട് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയാട്ടോ, പിന്നെ കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കൂട്ടുക, വിസിലടുപ്പിച്ച് 2-3 അപ്പോൾ ചിക്കൻ വേണ്ടി വെന്തിട്ടിക്കോളും. പിന്നെ അതാ നമ്മൾ ഉള്ളി വാട്ടാൻ വെച്ചത് ഒന്ന് അടിയിലൊക്കെ പിടിച്ചിക്കണ്, പക്ഷെ കരിഞ്ഞിട്ടില്ല. ഇനി നമ്മളതിക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുരുമുളക് ആട്ടോ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്താണ്ട് എടുക്കുക. അപ്പോൾ അതാ ഇങ്ങനായി വന്നിട്ടുണ്ടാവും. അതിക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ്ട് അരക്കല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണേക്കാട്ടി പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ആക്കിക്കോളി, പിച്ചി. എനിക്ക് പോകാൻ നേരമൊന്നുമില്ല, നമുക്ക് വേഗമായി കിട്ടണം. അതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ടാണ് കറക്കാണ് കറക്കി എടുത്തിക്കണേ. അങ്ങനെ അതാ നമ്മൾ മസാലയൊക്കെ കണ്ട് ഇട്ട് കൊടുത്തിക്കണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ വേവിച്ച് വന്നത് ചിക്കൻ ഏകദേശം ഇത്രയും ഉണ്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ആ ഉള്ളി ഇതൊക്കെ കൂടി ആകുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കണ്ടെടുക്കാം. ആ ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ നല്ല പിടിച്ച് ഇങ്ങോട്ട് കിട്ടണം. ഇനി നമുക്ക് മാവിന് ആവശ്യത്തിനായിട്ട് മിക്സി എടുക്കുക. അതിക്ക് ഒരു 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. ഒരു 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ മൈദ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 1.5 കപ്പ് എടുക്കണോ അതോ 1 കപ്പ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ അതാ 2 മുട്ടല്ല കേട്ടോ, 3 മുട്ട പൊട്ടിച്ച് പാർന്നിക്കണ്. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ പാല് മാത്രം ചേർത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെ. അങ്ങനെ പാലും മുട്ടയും ഇട്ടെടുത്ത് പിന്നെ ഉപ്പും പിന്നെ 1.5 കപ്പോളം മൈദയും ഇട്ടെടുത്തിട്ടുണ്ട്. വേറെ അതിക്കൊന്നും ചേർക്കൂല കേട്ടോ. പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കേണ്ട പാത്രത്തിൽ എണ്ണ ഒക്കെ എന്നാണ്ട് തേച്ച് പിടിപ്പിച്ചേക്കാം. ബിരിയാണി പോട്ടിലാട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയൊരു ചട്ടിയാണ്, പക്ഷെ കുറച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളോടൊപ്പം അടി പിടിച്ചാതെ കിട്ടുന്ന പാത്രം ഇതേ ഉള്ളൂ, അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇതാ മാവാണ്ട് ആദ്യം ഒരു ഫസ്റ്റ് ലെയറാണ്ട് കോട്ടാണ്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ കേട്ടോ പരത്തിയാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ പഴയ ഇതിൽ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ആ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിക്കണ്, കാരണം അടി നല്ല സോഫ്റ്റായി കിട്ടണ്ടേ, കരിയാതെ അങ്ങോട്ട് കിട്ടണ്ടേ. എന്നിട്ട് നമ്മൾ ഈ മാവാണ്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മളുണ്ടാക്കിയ മസാല ഉണ്ട് അതിൻ്റെ മേൽ കൂടിയാണ്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചാൽ കുറച്ചൊരു കട്ടിയിൽ ഇങ്ങോട്ട് മാവ് ഒഴിച്ചാൽ, എന്നിട്ട് അതിൻ്റെ മേലെ മസാല ഇങ്ങനെ വിതറിയാണ്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് 3-4 സ്റ്റെപ്പാക്കി ചെയ്യും. ഇപ്പം നിങ്ങൾ ചെയ്തത് കണ്ടില്ലേ, ഇത് നമ്മൾ ക്ഷമയാതെ ചെയ്താട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് വലിയും. അപ്പോഴാണ് നമ്മളതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ, മേലെ കൂടി വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഇതേപോലെ ഒരു ലെയർ ചിക്കൻ്റെ ആ ഫില്ല് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ക്ഷമ ചെയ്യുന്നല്ലോ, അപ്പോൾ ഇനിയും കൊള്ളാവേണ്ട വിചാരിച്ചിട്ട് നമ്മൾ മൂടിയൊക്കെ ഒന്ന് വെച്ചിക്കണം കേട്ടോ. ഒന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ വേവായി വന്നോട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ ഹോൾ ഇത് കാണുന്ന അവിടെ ഒരു പേപ്പറൊക്കെ തിരികെ വെച്ചാൽ ചൂടൊന്നും പുറത്ത് കൊണ്ടട്ടോ. അങ്ങനെന്താ കുറച്ചൊക്കെ ഒന്നാണ് വെന്ത് വന്നപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള മാവും കൂടി വെച്ചെടുത്ത് ഇപ്പം എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാവ് കുറവുണ്ട്. നമ്മളെന്ത് ചെയ്യും, മിക്സി തുടച്ചാണ്ട് വാർന്നു കൊടുത്തിട്ടാ.
ഇനി നമ്മൾ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കാണുന്ന ഈ ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ ഒന്ന് കവർ ചെയ്യണ കോലത്തിലൊന്ന് സ്പൂൺ വെച്ചിട്ട് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്കിക്കോളി. പക്ഷേ ഒന്നായിട്ട് തന്നെ കോളാക്കരുത് കേട്ടോ. മറ്റേ കഞ്ഞി ഇളക്കണ മാതിരി ഒന്നും ഇളക്കാൻ നിൽക്കണ്ട. മെല്ലെ ഇങ്ങനെ സ്പൂണായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മേൽക്കാക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കയ്യിലെടുത്തപ്പോൾ അതിമന്നൊരു ചിക്കൻ്റെ പീസൊക്കെ വീണിട്ടുണ്ട്. എന്നിട്ട് ഇതാ ലാസ്റ്റ് ഇതേപോലെ നമ്മൾ പൂവിൻ്റെ പോലത്തിലുള്ള ക്യാപ്സിക്കം ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഡിസൈൻ എത്രയും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഡിസൈൻ ആക്കിക്കോളിട്ടോ. എന്നുവെച്ചിട്ട് ഡിസൈനാണ് കൊളാക്കാൻ നിൽക്കണ്ട. ഇത് ക്യാപ്സിക്കം നമ്മൾ ടേസ്റ്റിനും വേണ്ടിയിട്ടും പിന്നെ ഡെക്കറേഷനും വേണ്ടിയിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ പോള ഇവിടെ റെഡി ആയി കിട്ടുക. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചുകാണ്ട് ആ ഹോളിലൊക്കെ ഒന്നൊരു പേപ്പറൊക്കെ കുത്തി കയറ്റി വെച്ചുകാണ്ട് അങ്ങനെയുണ്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്തോന്നൊക്കെ ഒന്ന് കുത്തി നോക്കിയിട്ട് എടുത്തോണ്ട്, ഇല്ലെങ്കിൽ വന്നിട്ട് ഞാൻ പിന്നെ പണിയോട്ടാ. എന്തായാലും ഞങ്ങളുടെ ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ കട്ട് ചെയ്താണ്ടിരിക്കുക. അപ്പോൾ മറക്കല്ലിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതേപോലെ തന്നെ ലൈക്കും ചെയ്തോളി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. നമ്മളെ പോളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ അത്ര പണിയൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. അതിനിതാ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൂടോടെ കേട്ടോ മുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. എടുത്തിട്ട് കൈയൊക്കെ പൊള്ളിയിട്ട് ഞാൻ മണ്ടി. അങ്ങനെ ഞാനൊന്ന് ഇങ്ങനെ തോണ്ടി നോക്കി. അപ്പോൾ കിട്ടിട്ടോ, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 3-4 തിന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉള്ളൊക്കെ എല്ലാം വെന്ത് വന്നിക്കണ്. നല്ലപോലെ പക്ക സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ബൈ.